ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ നായകളിലൊന്നിൻ്റെ പേരാണ് കബോസു. ഈ പേര് കേട്ട് നമ്മളിൽ പലർക്കും പരിചയമില്ലെങ്കിലും ബഹുഭൂരിപക്ഷവും സമൂഹ മാധ്യമങ്ങളിലൂടെ കബോസുവിനെ കണ്ടിട്ടുണ്ടാകും. മുഖം ചരിച്ച് ഇളം ചിരിയുമായി ഇരിക്കുന്ന ജപ്പാനീസ് ഷിബ ഇനു വിഭാഗത്തിൽപ്പെട്ട കബോസു മീമുകളിലൂടെ അത്ര കണ്ട് പ്രശസ്തനായ നായയാണ്. ഡോഗ് മീമുകളിലൂടെ താരമായിരിക്കുമ്പോൾ തന്നെ ക്രിപ്റ്റോ കറൻസിയായ ഡോഗ് കോയിന്റെ ലോഗോയിലടക്കം ചിത്രം വന്നിട്ടുള്ള കബോസു കഴിഞ്ഞ ദിവസമാണ് മരണപ്പെടുന്നത്. ഉടമ അറ്റ്സുക്കോ സാറ്റോവാണ് മരണവിവരം പങ്കുവച്ചിരിക്കുന്നത്. വർഷങ്ങളായി അസുഖബാധിതനായിരുന്ന കബോസുവിന് 17 വയസ്സായിരുന്നു പ്രായം. അന്ത്യകർമ്മങ്ങൾ ജപ്പാനിലെ നാര സിറ്റിയിൽ മെയ് 26-നാണ് നടക്കുന്നത്. ജപ്പാനിലെ ടോക്കിയോ നഗരത്തിന്റെ കിഴക്ക് ഭാഗത്തുള്ള സക്കുറയിലെ ഒരു അധ്യാപികയായിരുന്ന അറ്റ്സുക്കോ സാറ്റോ 2008-ലായിരുന്നു ഒരു ആനിമൽ ഷെൽട്ടറിൽ നിന്നും ഷിബ ഇനു വിഭാഗത്തിൽപ്പെടുന്ന ഒരു നായ്ക്കുട്ടിയെ ദത്തെടുക്കുന്നത്. അതിനവർ കബോസു എന്ന് പേര് വിളിക്കുകയും ചെയ്തു. ഇതിന് 2 വർഷങ്ങൾക്ക് ശേഷം 2010-ൽ മുൻകാലുകൾ ഒന്നിനു മുകളിൽ ഒന്നായി കയറ്റിവെച്ച് സോഫയിൽ കിടന്ന് മുഖം ചെരിച്ച് ചെറു ചിരിയുമായിരിക്കുന്ന കബോസുവിന്റെ ഒരു ചിത്രമെടുത്ത സാറ്റോ ആ ഫോട്ടോ തന്റെ ബ്ലോഗിൽ പങ്കുവെക്കുകയുണ്ടായി. അധികം വൈകാതെ തന്നെ ആ ചിത്രം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ റെഡിറ്റിലും ടംബ്ലറിലും വൈറലായി. അതായിരുന്നു തുടക്കം. തുടർന്ന് അതൊരു മീമായി മാറുകയും വ്യാപകമായ ആളുകൾ ഷെയർ ചെയ്യപ്പെടുകയുമായിരുന്നു. ഇതിനിടയിൽ എപ്പോഴോ ഇത്തരത്തിലുള്ള മീമുകൾക്ക് ആരോ ഡോഗ് മീംസ് എന്ന് പേരിടുകയും അത്ര മനോഹരമല്ലാത്ത വികൃതമായ ഭാഷാപ്രയോഗങ്ങളിലൂടെ ആശയങ്ങൾ അവതരിപ്പിക്കുന്ന ഇത്തരം മീമുകൾ ചുരുങ്ങിയ കാലത്തിനകം ലോകമൊന്നടങ്കം വ്യാപിക്കുകയുമായിരുന്നു. ഇതിനിടെ കബോസുവിന്റെ ഈ ചിത്രം NFT ആർട്ട് വർക്കാക്കി മാറ്റുകയുണ്ടായി. $4 മില്യൺ ആ ചിത്രം വിറ്റുപോയത്. ഇതായിരുന്നു ബ്ലോക്ക് ചെയിൻ രംഗത്തേക്കുള്ള കബോസുവിന്റെ കടന്നുവരവ്. തുടർന്ന് ക്രിപ്റ്റോ കറൻസിയായ ഡോഗ് കോയിന്റെ മുഖമായും കബോസു മാറുകയുണ്ടായി. 2 സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർ തമാശക്കായി തുടങ്ങിയതായിരുന്നു ഡോഗ് കോയിൻ. ഇന്ന് മൂല്യത്തിന്റെ കാര്യത്തിൽ 8-ാം സ്ഥാനത്തുള്ള ഡോഗ് കോയിന് $23 ബില്യൺ മൂല്യമുണ്ട്. അമേരിക്കൻ റാപ്പറായ സ്നൂപ്പ് ഡോഗ്, സംഗീതജ്ഞനായ ജീൻ സിമ്മൺസ്, എലോൺ മസ്ക് തുടങ്ങിയവരൊക്കെ ഡോഗ് കോയിൻ പ്രചാരം നൽകിയ ആഗോള സെലിബ്രിറ്റികളിൽ ചിലർ മാത്രമാണ്. 2022-ൽ കബോസുവിന് ലുക്കീമിയയും കരൾ രോഗങ്ങളും സ്ഥിരീകരിച്ചിരുന്നു. ഇതിനിടെ പല കാലങ്ങളിലായി കബോസു മരണപ്പെട്ടുവെന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു. എന്നാൽ ഉടമയും ഡോഗ് കോയിനും ഈ മരണ വാർത്തകളൊക്കെ നിഷേധിക്കുകയായിരുന്നു. ഇന്ന് ലോകത്താകമാനം മലയാളമടക്കമുള്ള ഭാഷകളിലായി ഡോഗ് മീംസ് ഏറെ പ്രചാരമുള്ളവയാണ്. 14 വർഷം നീണ്ടുനിന്ന സെലിബ്രിറ്റി ജീവിതത്തിനൊടുവിലാണ് കബോസു വിട പറയുന്നത്. രാത്രി അവൾക്കിഷ്ടപ്പെട്ട ചോറ് കഴിച്ച് സാധാരണ പോലെ ധാരാളം വെള്ളം കുടിച്ചുള്ള ഉറക്കത്തിനിടയിലെ ശാന്തമായ മരണമായിരുന്നു കബോസുവിനെ തേടിയെത്തിയതെന്നാണ് ഉടമ സാറ്റോ അറിയിച്ചിരിക്കുന്നത്.